ഇടുക്കി കുമളിയിൽ ആദിവാസി യുവാവിനെ കാണാതായ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കാൻ ഇടുക്കി എസ്.പിയുടെ നിർദ്ദേശം. മന്നാക്കുടി സ്വദേശി അയ്യപ്പനെ മെയ് 12 മുതൽ കാണാതായി എന്ന 24 വാർത്തയിലാണ് നടപടി. 24 ഇംപാക്ട്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ ചേർന്നു. രാഹുൽ, മെയിലാണെങ്കിൽ ഏകദേശം 1.5 മാസം പിന്നിടുന്നു. എന്താണ് ഈ യുവാവിന് സംഭവിച്ചത്? ഇതുവരെ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം തുടങ്ങിയിട്ട് പോലുമില്ലേ? 1.5 മാസം കഴിയുന്നു. സുഹൈൽ 57 ദിവസമായി മന്നാക്കുടി സ്വദേശി അയ്യപ്പനെ കാണാതായിട്ട് കുടുംബം, അതായത് ഭാര്യയും മകനും പോലീസിൽ പരാതി നൽകിയതാണ്. പോലീസ് അന്വേഷണം ആദ്യഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ചില സംശയങ്ങൾ, ചില വീടുകളിൽ പോയതിന്റെ സംശയങ്ങളിൽ കുടുംബം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ വീടുകളിൽ പോലീസ് നായയുമായി എത്തി പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തതാണ്. മാത്രമല്ല, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് വനമേഖലയിലൊക്കെ ജോലിക്ക് പോകാറുള്ളതാണ്. ആ വനത്തിലേക്ക് പോകാനുള്ള സാധ്യത പരിശോധിക്കാൻ വനം വകുപ്പിന്റെ സഹായവും തേടി. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള വിവരം ഈ അയ്യപ്പനെ പറ്റി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഈ പോലീസ് അന്വേഷണം മന്ദഗതിയിലാവുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് നിലയ്ക്കുന്ന മട്ടിലേക്ക് വരെ പോവുകയും ചെയ്തു. പിന്നാലെ ആ കുടുംബം 24നെ ബന്ധപ്പെടുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെല്ലുകയും കുടുംബത്തിന്റെ ചില ആരോപണങ്ങൾ, അതായത് ഈ സഹോദരിയുടെ, അതായത് അയ്യപ്പന്റെ സഹോദരിയുടെ മകളുടെ ഭർത്താവിനൊപ്പം അയ്യപ്പൻ പോയി എന്നുള്ള വിവരമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവർ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ചൊല്ലിയുള്ള കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞതാണ്. പക്ഷേ ആ വിധത്തിലുള്ള അന്വേഷണങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ സഹിതം ഈ കുടുംബം 24നോട് പ്രതികരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാർത്ത കൊടുത്തത്. ഇതിന് പിന്നാലെ കോൺഗ്രസ് ഈ ആദിവാസികളെ സംഘടിപ്പിച്ച് ഇന്നലെ കുമളി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധം ഉൾപ്പെടെ നടത്തുകയും ചെയ്തു. പിന്നാലെയാണിപ്പോൾ എന്തായാലും ഇടുക്കി എസ്.പിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പീരുമേട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ തിരോധാനം അന്വേഷിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടിയന്തരമായി നടപടി ഉണ്ടാകണമെന്നുള്ള കാര്യം കൂടിയും ജില്ലാ പോലീസ് മേധാവി പീരുമേട് ഡിവൈഎസ്പിയോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എത്രയും വേഗം ഈ അയ്യപ്പനെ കണ്ടെത്താൻ കഴിയട്ടെ എന്നുള്ളതാണ് നമ്മളും പ്രത്യാശിക്കുന്നത്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.